കല്ലുവച്ച പച്ചക്കള്ളമല്ലേ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇന്നലെ പത്രസമ്മേളനത്തിൽ പറഞ്ഞത്? സമരം തീരണമെന്ന് ആശാ വർക്കേഴ്സ് ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞത് കല്ലുവച്ച പച്ചക്കള്ളമല്ലേ? അവർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നില്ല എന്ന് മുഖ്യമന്ത്രി ഏതിന്റെ അടിസ്ഥാനത്തിലാണ് സൂചിപ്പിച്ചത്? 21,000 രൂപയുടെ ഓണറേറിയം എന്ന ഡിമാൻഡ് വെച്ചുകൊണ്ട് സമരം ചെയ്ത തൊഴിലാളികൾ, ആശാ വർക്കേഴ്സ്, അവർ പറയുന്നു 10,000 രൂപയുടെ ഓണറേറിയമെങ്കിലും തന്നാൽ ഞങ്ങൾ സമരം പിൻവലിക്കാം, പിന്നീട് ബാക്കി കാര്യങ്ങൾ കമ്മിറ്റി വെച്ച് ചർച്ച ചെയ്ത് പരിശോധിക്കാമെന്നുള്ള സർക്കാരിന്റെ വാദത്തോട് വിട്ടുവീഴ്ചയോടെ ഒരു നിലപാട് സ്വീകരിച്ച ആശാ വർക്കേഴ്സിനെ അപമാനിക്കുന്ന നിലയിലായിരുന്നില്ലേ കേരളത്തിന്റെ മുഖ്യമന്ത്രി കല്ലുവെച്ച പച്ചക്കള്ളം പത്രസമ്മേളനത്തിൽ പറഞ്ഞത്? സമരം തീരണമെന്നും ആ തീർന്ന് അവർക്ക് അവരുടെ വീടുകളിൽ പോയി കുഞ്ഞുങ്ങളെയും അവരുടെ ജോലിയിലും പ്രവേശിക്കണമെന്നും ആഗ്രഹിക്കുന്ന ആശാ വർക്കേഴ്സ് ഏറ്റവും വലിയ വിട്ടുവീഴ്ചയിലെ 21,000 രൂപ ചോദിച്ച സ്ഥലത്ത് 10,000 രൂപയായി നിജപ്പെടുത്തിയാൽ ഞങ്ങൾ സമരം പിൻവലിക്കാമെന്നുള്ള വിട്ടുവീഴ്ച സമീപനം സ്വീകരിച്ചിട്ടും 15,000 രൂപയുടെ CITUവിന്റെ ആവശ്യത്തിൽ നിന്ന് 5,000 രൂപ കുറച്ച് തൽക്കാലത്തേക്ക് ആവശ്യപ്പെട്ടിട്ട് പോലും അത് കൊടുക്കാൻ തയ്യാറാകുന്നില്ല, സമരം തീർപ്പാക്കാൻ സർക്കാർ സന്നദ്ധമല്ല എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ ഈഗോയാണ്, രാഷ്ട്രീയമായ അഹങ്കാരം, ധിക്കാരം. SUCയുമായി ആഭിമുഖ്യമുള്ള ഒരു തൊഴിലാളി സംഘടനയാണ് ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത് എന്ന ഒറ്റ രാഷ്ട്രീയ കാരണത്തിന്റെ പേരിൽ അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന്റെ അവകാശ സമരത്തെ പരമപുച്ഛത്തോടുകൂടി അവഗണിക്കുന്ന ഈ സർക്കാരിന്റെ നയത്തിനെതിരായി കേരളത്തിന്റെ ജനമനസ്സുണരുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കേരളത്തിന്റെ മനസ്സ് ആശാ വർക്കേഴ്സിന്റെ സമരത്തോടൊപ്പമാണ്. അതിന്റെ പ്രതികരണം കേരളത്തിൽ തുടർന്നുണ്ടാകും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കേന്ദ്രം ഇൻസെന്റീവ് കൂട്ടുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അക്കാര്യത്തിലും ഇതുവരെ ഒരു ഉത്തരവായിട്ട് പുറത്തു വന്നിട്ടില്ല. അതും ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു ആശങ്ക തന്നെയാണല്ലോ. അതിനോട് എങ്ങനെയാണ്? കേന്ദ്ര ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞത് ശ്രീ സുരേഷ് ഗോപിയാണ്. അല്ലല്ലോ, പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുമെന്ന്. ആര്? കേന്ദ്ര ആരോഗ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെ സംബന്ധിച്ച് ആലോചിക്കുമെന്നാണ് കേന്ദ്രമന്ത്രി പറഞ്ഞത്. അതിനെ സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ഉറപ്പും ലഭിച്ചിട്ടില്ല. കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ടുള്ള സമരം വേറെ, സംസ്ഥാന ഗവൺമെന്റിനെതിരായിട്ടുള്ള സമരം വേറെ. രണ്ടും രണ്ടായി കാണാൻ വേണ്ടി ഗവൺമെന്റ് തയ്യാറാകണം. ഇവിടെ സംസ്ഥാന ഗവൺമെന്റ് ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണല്ലോ CITU സമരം നടത്തിയത്. കേന്ദ്ര ഗവൺമെന്റ് 15,000 രൂപ ഓണറേറിയം കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടല്ല CITU സമരം നടത്തിയത്. സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ്. തമിഴ്നാട്ടിൽ അവർ സമരം ചെയ്യുന്നത്, ആന്ധ്രയിൽ സമരം ചെയ്യുന്നത്, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ സമരം ചെയ്യുന്നത് കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ടുള്ള സമരമല്ല CITU ചെയ്യുന്നത്. അതത് സംസ്ഥാനങ്ങളിൽ സംസ്ഥാന ഗവൺമെന്റിൽ നിക്ഷിപ്തമായ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ആശാ വർക്കേഴ്സ് CITUവിന്റെ നേതൃത്വത്തിൽ വിവിധ സംസ്ഥാനങ്ങളിൽ സമരം ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയാണ് ഈ സമരത്തെ തള്ളിപ്പറയാൻ മുഖ്യമന്ത്രിക്കും CITUവിനും ഗവൺമെന്റിനും കഴിയുക?